ഉത്രാളിക്കാവ് അല്ലെങ്കിൽ രുദ്രമഹാകാളിക്കാവ്, ഇതിനെക്കുറിച്ച് അറിയാത്തവരാരും ഉണ്ടാകില്ല. ഇന്ന് കാണുന്ന ഉത്രാളിക്കാവിന് ഒരു മൂലസ്ഥാനമുണ്ട്. അതായത് ഇപ്പോൾ കാണുന്ന ഉത്രാളിക്കാവിന് മുമ്പ് റെയിലിന് പുറകുവശത്തായി ഇപ്പോഴത്തെ എങ്കക്കാട് ദേശത്ത് മാരാത്തുകുന്ന് അകമല പ്രദേശത്ത് മുല്ലയ്ക്കലാണ് മൂലസ്ഥാനം. പണ്ട് വനപ്രദേശവും പാടവും മാത്രമായിരുന്നു ഇവിടെ. ചരിത്രം പറയുകയാണെങ്കിൽ കേളത്തച്ഛൻ എന്നൊരു ബ്രാഹ്മണൻ എല്ലാ മാസവും മൂകാംബികാദേവിയെ ദർശിക്കുന്നതിന് വേണ്ടി പോകുമായിരുന്നു. മൂകാംബികാദേവിയുടെ അതീവ ഭക്തനായിരുന്നു ഈ കേളത്തച്ഛൻ. മൂകാംബിക ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയ കേളത്തച്ഛൻ കുളി കഴിഞ്ഞ് മാത്രമേ വീട്ടിൽ കയറാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുളിക്കുവാനായി തൻ്റെ കുടയും ബാണ്ടക്കെട്ടും കുളത്തിൻകരയിൽ വെച്ച് കുളി കഴിഞ്ഞ് കുടയെടുക്കുമ്പോൾ കുട പൊങ്ങുന്നില്ല. അതിൻ്റെ കാരണം അന്വേഷിച്ച് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് തൻ്റെ ഭക്തനായ കേളത്തച്ഛൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് എന്നെ മൂകാംബികയിലേക്ക് വന്ന് കാണേണ്ടതില്ലെന്നും ദേവിയുടെ അരുൾപ്പാടായി പ്രശ്നത്തിൽ തെളിഞ്ഞത്. അപ്പോഴാണ് മൂകാംബിക ദേവി തൻ്റെ കൂടെ കുടയിൽ ഇങ്ങോട്ട് പോന്നതാണെന്ന് കേളത്തച്ഛന് മനസ്സിലായത്. പിന്നീട് ആ ദേവി ചൈതന്യത്തെ കേളത്തച്ഛൻ ഒരു പൂവൻമരച്ചുവട്ടിൽ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. കേളത്തച്ഛൻ്റെ മരണശേഷം ഈ പ്രതിഷ്ഠയുള്ള ഭാഗത്ത് പ്രത്യേകിച്ച് വനാന്തരങ്ങൾ, അവിടെ ആരും തിരിഞ്ഞു നോക്കാതെയായി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. സാധാരണ കഥകളിൽ കേൾക്കുന്നത് പോലെ തന്നെ പുല്ലരിയാൻ വന്ന ഒരു ഹരിജൻ സ്ത്രീ അരിവാൾ മൂർച്ച കൂട്ടുന്നതിനായി കല്ലിൽ അരിവാൾ രാവുകയും അതിൽ നിന്ന് ചോര പൊടിയുകയും ചെയ്തു. അവർ പേടിച്ച് വിരണ്ട് ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഇവിടെ ദേവീ ചൈതന്യമുണ്ടെന്നും ആ ചൈതന്യത്തെ ഉടൻ പ്രതിഷ്ഠിക്കണമെന്നും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു ക്ഷേത്രം അവിടെ പണിയുകയും ചെയ്തു. പിന്നീടുണ്ടായ പേമാരിയിലും പ്രളയത്തിലും ഈ ക്ഷേത്രം പൂർണ്ണമായും തകർന്നുപോയി. അതിനുശേഷം ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് നിലവിലുള്ള ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറ് മാറി സ്ഥാനം കണ്ടെത്തി പുനഃപ്രതിഷ്ഠ നടത്തിയതാണ് ഇപ്പോൾ കാണുന്ന ഉത്രാളിക്കാവ്. ഇവിടെ ഇപ്പോഴും ചെറിയൊരു ക്ഷേത്രമുണ്ട്. മുല്ലയ്ക്കൽ ശ്രീമൂലസ്ഥാനം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഉത്രാളിക്കാവ് പൂരത്തിന് എങ്കക്കാട് ദേശത്തിൻ്റെ തിടമ്പ് ഇവിടെ നിന്നും പൂജിച്ചാണ് കൊണ്ടുപോകുന്നത്. റോഡ് മാർഗം കിലോമീറ്റർ കണക്കിന് ദൂരമുണ്ടെങ്കിലും റെയിൽ മുറിഞ്ഞു കടന്നാൽ കുറച്ചു ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. എങ്കക്കാട് ദേശത്തു നിന്നുള്ള 2025 പൂരത്തിനോടനുബന്ധിച്ചുള്ള പൂരക്കാഴ്ച ഘോഷയാത്രയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്.
ശ്രീമൂലസ്ഥാനത്ത് നിന്നും എങ്കക്കാട് ദേശം മുഴുവൻ ചുറ്റി ഈ ഘോഷയാത്ര ഉത്രാളിക്കാവിൽ എത്തിച്ചേരുന്നതോടുകൂടി ഇത് സമാപിക്കുന്നു. രണ്ടായിരത്തി 2025 വേല വരുന്നത് മാർച്ച് മാസം 25-ാം തീയതിയാണ്. വേലയ്ക്ക് മുന്നോടിയായി കൊടിയേറ്റം മുതൽ വിവിധ കലാപരിപാടികൾ വിവിധ സ്റ്റേജുകളിലായി ഇവിടെ നടക്കുന്നുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഈ ഉത്രാളിക്കാവ് പൂരമഹോത്സവത്തിലേക്ക് എല്ലാ പൂരപ്രേമികളെയും സ്വാഗതം ചെയ്യുന്നു.